$21 million going to my friend, Prime Minister Modi in India. ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പിന് അമേരിക്കൻ ഏജൻസി ധനസഹായം ഒഴുക്കിയെന്ന് US പ്രസിഡന്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴി പണം സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോയെന്ന് വെള്ളിയാഴ്ച US പ്രസിഡന്റ് വിശദീകരിച്ചു. ട്രംപിന്റെ വീഡിയോയിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിന് ട്രംപും മോദിയും ഇന്ത്യക്കാരോട് ഉത്തരം പറയേണ്ടി വരും. ട്രംപ് പറയുന്നു, 21 മില്യൺ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിക്ക് നൽകി. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് BJPയും പ്രധാനമന്ത്രിയും രാജ്യത്തോട് മറുപടി പറയണമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആവശ്യപ്പെട്ടു. വോട്ട് വർധനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ കണക്കുകളും സംശയങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ സംശയമുനയിൽ നിർത്തിയിരുന്നു. സ്വകാര്യ സുഹൃത്തെന്ന നിലയിൽ പ്രധാനമന്ത്രി മോദിക്ക് $21 ദശലക്ഷം ലഭിച്ചോ? $21 ദശലക്ഷം PM കെയർ ഫണ്ടിലേക്കാണോ വന്നത്? $21 മില്യൺ മറ്റേതെങ്കിലും വിധത്തിലാണോ മോദിക്ക് നൽകിയത്? മോദി എങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്? ഇതുമൂലം BJP എങ്ങനെ വിജയിച്ചു? ഇന്ത്യയുടെ ഏത് അക്കൗണ്ടിലാണ് $21 ദശലക്ഷം വന്നത്? എങ്ങനെയാണ് സർക്കാരും ഇലക്ഷൻ കമ്മീഷനും വോട്ടർമാരുടെ പോളിംഗ് വർദ്ധിപ്പിച്ചത്? ഈ പണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇന്ത്യ ഗവൺമെന്റിന് ലഭിച്ച $21 ദശലക്ഷം ഓഡിറ്റിംഗ് റിപ്പോർട്ട് എവിടെയാണ്? ഇന്ത്യയിലും ലോകത്തെവിടെയും ഇന്ന് വരെ നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കുംഭകോണത്തിന്റെയും നിയമവിരുദ്ധ സർക്കാരിന്റെയും സത്യം വെളിപ്പെടണം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കുംഭകോണം ട്രംപ് വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്നുണ്ട്. ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ട്രംപ് വ്യക്തമായി പറയുന്നുണ്ട്, വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മൈ ഡിയർ ഫ്രണ്ട് മോദിക്ക് $21 മില്യൺ നൽകിയെന്ന്. നമ്മൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ദിവസം മുതൽ വോട്ടെണ്ണൽ ദിവസം വരെ 6% മുതൽ 10% വരെ വോട്ടിംഗ് വർദ്ധിച്ചിരുന്നു. വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ എല്ലാ തിരഞ്ഞെടുപ്പിലും BJP ആണ് വിജയിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ ട്രംപിനെതിരെ പറയൂ, മോദി അമേരിക്കയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന്. 2019 ശേഷം BJP വിജയിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ സംശയത്തിലാണ്.